I introduce Mr. Vaishak, who is moving to Conestoga College for this May intake by taking the course Global Hospitality Management. Hi Vaishak. Hi. Yes. First of all, നമ്മൾ എങ്ങനെയായിരുന്നു ഈ ഒരു അബ്രോഡ് സ്റ്റഡീസ് ഇപ്പോൾ കാനഡ അതേപോലെ തന്നെ അബ്രോഡ് സ്റ്റഡീസ് എന്നൊരു പോയിന്റിലേക്ക് നമ്മൾ എത്തിയത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ 10th കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിങ്ങനെ അബ്രോഡ് സ്റ്റഡീസ് പോകണമെന്ന് ചുമ്മാ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സീരിയസ് ഒന്നല്ലായിരുന്നു. പിന്നെ ഈ 10th വെച്ചിട്ട് ഞാൻ പുറത്തു പോയിട്ട് എന്ത് കാണിക്കാനാണെന്നുള്ള എനിക്കൊരു ഐഡിയാസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഏത് കൺട്രി പോകണം, കാനഡ എന്ന് മാത്രം ഒരു മൈൻഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിന് എന്തൊക്കെ ചെയ്യണം ഒന്നും അറിയത്തില്ല. ജസ്റ്റ് 10th ബേസ്, ഇംഗ്ലീഷ് പോലും മര്യാദയ്ക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ആ ഡ്രീമൊക്കെ അവിടെ വിട്ട് +2 കഴിഞ്ഞു. +2 കഴിഞ്ഞിട്ട് ഡിഗ്രി ജോയിൻ ചെയ്തു. ഡിഗ്രി ജോയിൻ ചെയ്തിട്ട് പിന്നെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ടൂറിസം ജോയിൻ ചെയ്യുന്നത് എറണാകുളത്ത് പോയിട്ട്. സോ അവിടെ പോയിട്ട് കുറച്ചും കൂടി ഗ്ലോബലി എനിക്കൊരു ഐഡിയാസ് കിട്ടി, എങ്ങനെയാണ് തിങ്സ് വർക്കൗട്ട് ആവുന്നത്. പിന്നെ ലാംഗ്വേജസും കുറേ ഇമ്പ്രൂവ് ആയി. പിന്നെ ഡിസ്റ്റൻസിൽ തന്നെ ഞാൻ ഡിഗ്രിയും കണ്ടിന്യൂ ചെയ്തു. രണ്ടും ഒരുമിച്ച് കൊണ്ടതിന് ശേഷം എല്ലാം സെറ്റിൽ ഡൗൺ ആയതിനു ശേഷമാണ് പിന്നെ പഴയ ആഗ്രഹം പിന്നെ നോക്കിയാലോ എന്ന് തോന്നിയിട്ട് പിന്നെ കാനഡ അങ്ങനെ ഫ്രണ്ട്സും മോട്ടിവേറ്റ് ചെയ്തു. സോ അങ്ങനെയാണ് ഞാൻ കാനഡ ചൂസ് ചെയ്തത്. ഓക്കെ. സോ അപ്പോൾ നമ്മൾ സ്റ്റഡീസ് എന്നൊരു ഓപ്ഷനിലേക്ക് എത്തി. പിന്നെ എങ്ങനെയാണ് നമ്മൾ കാനപ്രൂവിനെ പറ്റിയിട്ട് അറിഞ്ഞത്, കാനപ്രൂവിലേക്ക് അപ്രോച്ച് ചെയ്തത്? കാനപ്രൂവിലേക്ക് എത്തിയത് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനൊരു ഏജൻസി ഉണ്ടെന്ന് തന്നെ അറിയത്തില്ലായിരുന്നു. ഫസ്റ്റ് എൻ്റെ ഫ്രണ്ട് പോയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. സോ അവളുടെ ഏജൻസി ത്രൂ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തവരെ അവർ എടുക്കുന്നില്ല കറൻ്റ്ലി എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ലൈക്ക് വാട്ട് വി ക്യാൻ സേ ഡെസ്പറേറ്റ് ആയിരുന്നു സംഭവം നടത്തണം എന്നുള്ളതിൽ. അപ്പോൾ അങ്ങനെ ഗൂഗിൾ ചെയ്തിട്ട് കിട്ടിയതാണ് കാനപ്രൂവ്. ഞാൻ റിവ്യൂസൊക്കെ നോക്കിയായിരുന്നു, എനിക്ക് കൈൻഡ് ഓഫ് അട്രാക്റ്റീവായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ കാനപ്രൂവിൽ കോൺടാക്ട് ചെയ്യുന്നത്. യെസ്. അപ്പോൾ പിന്നീട് കാനപ്രൂവ് ആയിട്ടുള്ളൊരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രം യുവർ ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ വരെ. ഇവിടെ വിളിച്ചതിന് ശേഷം മൈ ജേർണി എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കോൾ എടുത്ത് എൻ്റെ റിക്വയർമെൻറ്റ് ഞാൻ പറയുമായിരുന്നു. പിന്നെ എൻ്റെ എലിജിബിലിറ്റീസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞൊരു എനിക്ക് 50% പോലും ഷുവർട്ടി ഉണ്ടായിരുന്നില്ല എനിക്ക് വിസ അപ്രൂവ് ആകും അല്ലെങ്കിൽ പോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ. പിന്നെ ഒരു കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കറക്റ്റായിട്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് വേണ്ടത്. സോ അതിനനുസരിച്ച് ഞാൻ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തു. പിന്നെ ഡോക്യുമെൻറ്റേഷൻ കഴിഞ്ഞു. ആപ്ലിക്കേഷൻ വെക്കുന്ന സമയമായപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത്. ഞാൻ ഓക്കെ എൻ്റെ കയ്യിൽ ഡിപ്ലോമ ഉണ്ട്, സോ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഗ്ലോബൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വിത്തിൻ 1 വീക്കിന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഐ വാസ് സർപ്രൈസ്ഡ്. ഓഫർ ലെറ്റർ വന്നതിന് ശേഷം ഡോക്യുമെൻറ്റേഷൻ ആയിരുന്നു. ട്യൂഷൻ ഫീ പേ ചെയ്യണം ഫസ്റ്റ്. പിന്നെ എന്ന് പറയാനുള്ള ട്യൂഷൻ ഫീ പേ ചെയ്തതിന് ശേഷം GIC വന്നു. ഇതൊക്കെ എനിക്ക് ഇനിയായിരുന്നു. പക്ഷേ പ്രോപ്പർ ഗൈഡൻസ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും എനിക്ക് ഓൺ ദ സ്പോട്ട് റെസ്പോൺസ് വരുമായിരുന്നു. സോ വിസ പ്രോസസ്സിങ്ങിൻ്റെ ടൈം വന്നത് ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന ഡിസംബർ ടൈമിലായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ലൈക്ക് ഇങ്ങനെ വിസ അപ്ലൈ ചെയ്തതിന് ശേഷം റിജക്ഷൻസ് വരുന്ന കേസ്. സോ ഞാൻ അതിലും ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. സോ ഫെബ്രുവരിയാണ് വിസ വരുന്നത്. ഫെബ്രുവരി വന്നപ്പോൾ ഐ വാസ് കൈൻഡ് ഓഫ് ഭയങ്കര റിലീവ്ഡ് ആയിരുന്നു. ഇത്രയും ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് കാനപ്രൂവ്. ഒരു ടീം എനിക്ക് അത്രയും സപ്പോർട്ട് തന്നിട്ടാണ്. എനിക്ക് ആക്ച്വലി ABC അറിയുന്നുണ്ടല്ല, ഹൗ ഇമിഗ്രേഷൻ ആയാലും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ത്രൂ ഔട്ട് ഇവരുടെ ഗൈഡൻസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒട്ടും ഇച്ചിരി പാനിക് ഉണ്ടെങ്കിലും കാമായിട്ട് എനിക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റിയത്. So thank you Canaproof. Thank you Vaishak for sharing your experience and I wish you a happy journey and all the best for your future. So this was Vaishak's experience. നിങ്ങൾ സ്റ്റഡി അബ്രോഡ് നോക്കുന്ന ഒരാളാണെങ്കിൽ don't wait, contact Canaproof.